ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സ്ത്രീകളുടെ സൈക്കോളജിയാണ്. ഞാൻ മുന്നേ കുറേ സൈക്കോളജീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും സൈക്കോളജി മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് സ്ത്രീകളിൽ കാണാൻ കഴിയുന്ന കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, തന്നെ വിട്ടു പോകുമെന്ന് തോന്നുന്ന പുരുഷന്മാരോടാണ് എപ്പോഴും സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇഷ്ടം ഉണ്ടായിരിക്കുക. അതായത് സ്ത്രീകള് പൊതുവെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒരിക്കലും വിട്ടു പോവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് അത്രയും ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ. അതായത് നമ്മളെ വിട്ട ഒരാൾ പോവില്ല, എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് തോന്നുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരാളുടെ ഇഷ്ടം കൂടുക, അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്താണെന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരാളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, അതായത് അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും ഒക്കെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടിട്ട് പോകും എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അവരോട് ഇഷ്ടം കൂടും. നമ്മളെ വിട്ടു പോകുന്ന ഒരു സാധനത്തിൻ്റെ അടുത്ത്, അതായത് നമുക്ക് ആളെ കിട്ടുമെന്ന് ഉറപ്പില്ല, അപ്പം നമുക്ക് ഇഷ്ടം കൂടുകയാണ് ചെയ്യുക. അതൊരു വസ്തു ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു വസ്തു അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം എന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു സാധനത്തിനോടുള്ള ശ്രദ്ധയും കരുതലും ഇഷ്ടവും ഒക്കെ കൂടുകയാണ് ചെയ്യുക. അത് തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ റിലേഷൻഷിപ്പിലുള്ളത്. അവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു പുരുഷനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് അവർ സ്നേഹിക്കുന്നത് അവരെ ഒരു ഓപ്ഷനായിട്ട് മാത്രം കാണുന്ന പുരുഷന്മാരെയാണ്. അവരുടെ അടുത്ത് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കൂടുതലായിരിക്കും, ശ്രദ്ധ കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ആൾക്ക് ഞാനല്ലെങ്കിൽ വേറൊരാൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഇഷ്ടം, ക്യൂരിയോസിറ്റി ഒക്കെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തകർക്കാൻ കഴിയാത്ത ബൗണ്ടറീസ് ഉള്ള പുരുഷന്മാരെ മാത്രമേ സ്ത്രീകൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാറുള്ളൂ. പറയുമ്പോൾ ഒന്നും മനസ്സിലാവുണ്ടാവില്ലേ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഹേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല, അതായത് നിങ്ങളത് കാര്യമാക്കി എടുത്തില്ല, അവർ പറയുന്നത് അങ്ങനെ കേട്ട് അനുസരിച്ച് നിന്നു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ടൈം അവർ അങ്ങനെ തന്നെ ചെയ്യും, വീണ്ടും നിങ്ങളെ ഹേർട്ട് ചെയ്യും. നേരെ മറിച്ച് അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് അവർക്കുള്ള മതിപ്പ് കൂടുതലായി വരികയാണ് ചെയ്യുക. അതല്ലാതെ അവർ പറയുന്നത് കേട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അയ്യേ ഇതെന്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നും. അവർ പറയുന്നത് കേട്ട് നിങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ആൾ ഹാപ്പി ആകും എന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതെന്ത് ഇങ്ങനെയെന്ന് വിചാരിക്കും. എപ്പോഴും സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളത് സ്വന്തമായിട്ട് ബൗണ്ടറീസ് ഉള്ള, അതിൽ കൃത്യമായ രീതിയിൽ, അതായത് ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് അവർക്ക് ഇഷ്ടമുള്ളത്. എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയാൻ പറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള പുരുഷന്മാരെ പൊതുവെ സ്ത്രീകൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെടാറില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിന് ആ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അതായത് അവളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് അറിയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവളും നിങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ചെറിയൊരു വള്ളി പുള്ളി തെറ്റാതെ ആ ഒരു പെൺകുട്ടിയോട്, ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. മേ ബി അത് ഒരു ബോയ് ഫ്രണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കാം. ആരാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും, നിങ്ങൾ മാത്രമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ പോലും ആ ഒരാളടുത്ത് പറയണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെ, മിക്കെന്നല്ല എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് അവർ പറഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ വലിയ രീതിയിൽ അങ്ങനെയല്ല. അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പേഴ്സണൽ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും വലിയ രീതിയിൽ ഷെയർ ചെയ്യാറില്ല. അതായത് ഇപ്പം അവരും അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യാറില്ല. അവർ സംസാരിക്കുന്നതും അങ്ങനെയൊന്നും വലിയ രീതിയിൽ ഷെയർ ചെയ്യാറില്ല. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ചാൽ മതി. പക്ഷെ പറഞ്ഞു തരാൻ സാധ്യത കുറവാണ്, കാരണം അവർ മറ്റേ ചങ്കുകളായതുകൊണ്ട് പറയാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാവും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ലക്ഷ്യത്തെക്കാൾ കൂടുതലായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആൾക്ക് നിങ്ങളോട് വലിയ രീതിയിലുള്ള ഇഷ്ടം തോന്നില്ല. പുറമേ സ്ത്രീകൾ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ എനിക്ക് നീയാണ് ഏറ്റവും വലുത്, നിന്നെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ ലൈഫിൽ എന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത്. പക്ഷെ സത്യാവസ്ഥ ഒന്നല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു പുച്ഛം ഉണ്ടാവും. കാരണം സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ആൺകുട്ടികളെ, പുരുഷന്മാരെയാണ് എപ്പോഴും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യബോധമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ട്, എങ്ങനെ ആകണം എന്നൊക്കെയുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു പേഴ്സണിൻ്റെ കൂടെ ജീവിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് അവർക്കറിയാം.
അതല്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത എപ്പോഴും അവരുടെ പുറകെ തന്നെ നടക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ വെറും അലങ്കാര വസ്തു മാത്രമാണെന്നുള്ളതാണ് സ്ത്രീകൾ വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നീയാണ് എനിക്ക് വലുത്, നീ എൻ്റെ ജീവന്റെ ജീവനാണെന്ന് കേൾക്കുമ്പോൾ ആഹാ മനസ്സിൽ ലഡ്ഡു പൊടി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സന്തോഷം തോന്നും. അതായത് പിന്നീട് ആള് ചിന്തിക്കും ഇതിപ്പോ ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുകൾ ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണല്ലോ എന്നുള്ളത്. സോ നിങ്ങളുടെ തപ്പുണ്ടാകും, ഒരു പുച്ഛം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ദെൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടവും ഭയങ്കര മതിപ്പുമായിരിക്കും. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾ പൊതുവെ ആരെങ്കിലും ഇഷ്ടമല്ല എന്ന് വിചാരിച്ചെങ്കിൽ പോലും ആ ഒരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സ്ത്രീകൾ ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടാവും. ചിലപ്പോൾ ആളുടെ ഉള്ളിൽ ആ ഒരു പേഴ്സണിന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരിക്കില്ല, എങ്കിൽ പോലും ആ ഒരാള് ഈ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കണം എന്നുള്ളത് അവൾ ആഗ്രഹിക്കാറുണ്ട്. അത് എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ പോലും, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പുരുഷനാണെങ്കിൽ പോലും ആ ആള് നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ വിചാരിക്കും. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ മാക്സിമം ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ അവരുടെ മുമ്പിൽ പോയി നിൽക്കും, ചിലപ്പോൾ അവരെങ്ങനെ ജസ്റ്റ് നോക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട്. ഇത് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ ഒട്ടുമിക്ക സ്ത്രീകളുടെ മനസ്സിലെ ചിന്താഗതി ഇത് തന്നെയാണ്. എത്ര പുരുഷന്മാരെ നിൽക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോർമലി എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്ന കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കേണ്ട. ഇത് കേൾക്കുന്ന പുരുഷന്മാർ കുറേ പേര് തെറ്റായിട്ട് ചിന്തിക്കുന്നവരും തെറ്റായിട്ട് വിചാരിക്കുന്നവരും, ചിലപ്പോൾ കമന്റ് ബോക്സിൽ വരെ തെറ്റായിട്ടുള്ള കമന്റ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട. ഇത് നോർമൽ സൈക്കോളജിയാണ് ഞാൻ പറയണത്. സൈക്കോളജി പ്രകാരം മിക്ക സ്ത്രീകളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും തെറ്റല്ല, അത് സ്ത്രീകൾ അങ്ങനെയാണ്, അതിനാരും തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകൾ തനിക്കിഷ്ടമില്ലാത്ത പുരുഷന്മാരാണെങ്കിൽ പോലും തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാം. പെൺകുട്ടികൾ ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ എക്സ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ബ്ലോക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ആ ഒരാളെ മറക്കില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അതായത് ആള് എന്ത് കാട്ടുന്നുണ്ടാകുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ചിലപ്പോൾ ബ്ലോക്ക് മാറ്റും, ഇടയ്ക്കിടയ്ക്ക് ആളെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ്. സോ ബ്ലോക്ക് വെച്ചു എന്നുള്ളത് കൊണ്ട് ആളെ മറക്കില്ല, അതും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ ചിലപ്പോൾ അവർ പറയുണ്ടാവും ഞാൻ അവനൊക്കെ ബ്ലോക്ക് ചെയ്ത്, എനിക്ക് അവൻ ഇഷ്ടമല്ല, ഞാൻ ഓർക്കാറ് പോലും ഇല്ല എന്നൊക്കെ പറയുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, സ്ത്രീകൾ ബ്ലോക്ക് ചെയ്താൽ പോലും അവർ ആ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിൽ എനിക്ക് പറയാനുള്ള കുറച്ച് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക ആൺകുട്ടികൾക്കും ഇത് ഒരു കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും. ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുത്തണം, എനിക്കിഷ്ടമാണ്, സോ അവളുടെ ശ്രദ്ധ കൂടി പിടിച്ചു പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതല്ലാതെ ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ അടയാണ് ചക്കരയാണ്, നീ എനിക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അത് ഓക്കെ ആയിരുന്നിരിക്കാം, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് ഇല്ലാണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. അതൊക്കെയാണ് ഒരു പെൺകുട്ടിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേട്ടാൽ മാത്രം പോരാ, ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ റിലേഷൻഷിപ്പും നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.